വർക്കൗട്ടിന് പോയി വന്നു കേട്ടോ. വന്ന് നേരത്തെ നമ്മൾ വരും, ഒരു 6:10 ആകുമ്പോഴേക്കും നമ്മളിവിടെ എത്തും ലേട്ടാ. നേരത്തെ പോവും ഞങ്ങൾ, നേരത്തെ വരില്ലെങ്കിൽ എന്താണെന്നറിയോ, മക്കൾക്ക് ചോറ് കൊണ്ടുപോകേണ്ട കാര്യങ്ങളേ മുടങ്ങുള്ളൂ. മക്കൾക്ക് ചോറ് കൊണ്ടുപോകണം, അനിയന് ചോറ് കൊണ്ടുപോകണം. ഞാൻ വരുമ്പോഴേക്കന്നെ ചോറിന് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടേ ഉണ്ടാവുള്ളൂ കേട്ടോ. ഇപ്പോൾ സുകന്യയുടെ പൊന്നൂസ് കരഞ്ഞിട്ട് അങ്ങോട്ട് പോയിക്കുന്നു. ഇനിയിപ്പോൾ വേഗം മിറ്റടിച്ച് നമുക്കല്ലേ ബാക്കിയുള്ള പരിപാടികൾ നോക്കാം. കണ്ട ഫാനിൽ ഊരിയിട്ടില്ലേ, കണ്ടില്ലേ? ഞാൻ ആ ഡ്രസ്സിൽ വീഡിയോ എടുക്കുക എന്ന് പറയുമ്പോൾ എനിക്കൊരു മടി കേട്ടോ. ഞാനതാണ് അതിൽ വീഡിയോ എടുത്ത് കാണിക്കാത്തത്. അങ്ങനെ നമുക്കൊരു മടി തോന്നുക. അവിടെ പോകുന്ന പോലെയല്ലല്ലോ, നിങ്ങൾക്കത് കാണിച്ചു തരുമ്പോൾ എന്താണെന്നറിയില്ല, ചെറിയൊരു രാവിലെ ആണെങ്കിലും തീ കളിപ്പിക്കുകയുള്ളൂ. വെള്ളം ചൂടായിട്ടില്ല, അതാണ് ഇങ്ങനെ എടുത്ത് ഒഴിക്കുന്നത്. രാവിലെ നേരത്തെ എന്താണെന്ന് പറയുക, ചോറായിട്ടില്ല പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അച്ചു കിടന്ന് പൊളിക്കുള്ളൂ ഇവിടെ. അവൾക്ക് സ്കൂളിൽ നിന്ന് ഇന്നലെ കഴിച്ചു, കുഴപ്പമില്ല പറഞ്ഞു. പേരി മാത്രം കൊണ്ടുപോയാൽ മതി പറഞ്ഞു. ചില ദിവസം ചോറിനെ വേണം കേട്ടോ. അപ്പത്തിന് അരച്ച് വെച്ചിട്ടുണ്ട്, എന്നാലും വേണ്ടില്ല അവൾക്ക് ചോറ് വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ 2 വായല്ലേ കഴിക്കുള്ളൂ. അപ്പോൾ അതാവട്ടെ എന്ന് വിചാരിക്കും. അപ്പോൾ വരാം. കുറച്ച് വെള്ളം മുക്കി വയ്ക്കട്ടെ. തീ രാവിലെ കത്തിക്കിട്ടാനുള്ളൊരു പണി ചില്ലറില്ല. ചായ അടുപ്പത്ത് വെച്ച് വേണ്ട, അയ്യോ മാവ് പൊന്തിയിട്ട് അച്ചൂത നോക്കും, പതച്ചു നിൽക്കണില്ലേ. ചുട്ടിയേ ഇന്നലെ എങ്ങനെ ഉണ്ടായിരുന്നു കുഞ്ഞാ സ്കൂളത്തെ ചോറ്? അമ്മൂതനോ? വേണ്ടല്ല, രാവിലത്തെ എനർജി കളയണ്ട കൂട്ടി. പേരി കൊണ്ടുപോകാനേ ബീട്രൂട്ടും ഉരുളക്കിഴങ്ങും ക്യാരറ്റും പാടെ കൂട്ടിയിട്ട് പെരിയൊക്കെ വിചാരിച്ചിട്ടാ. അല്ലെങ്കിൽ ബീട്രൂട്ട് ഒറ്റയ്ക്കാവുമ്പോൾ എന്താണെന്ന് പറയുക, ഇതിൻ്റെ മധുരം അത്ര ഇഷ്ടമല്ല. എല്ലാം പാടെ കൂടിയിട്ടാണ് പറഞ്ഞു വെച്ചാൽ കുഴപ്പമില്ല. അച്ഛൻ നേരത്തെ നീച്ച് വരും. ആരെങ്കിലും ഒച്ചയും ഇതും കേട്ടാൽ അവൾ പിന്നെ കിടക്കില്ല. ആ സമയത്ത് നമ്മുടെ കിച്ചുട്ടൻ വിളിച്ചാലേ എണീറ്റ് വരുള്ളൂ കേട്ടോ. വിളിച്ച് നമ്മൾ തോരും കിടത്തണം, വായോ വായോ പറഞ്ഞിട്ട്, എന്നാലാണ് അവൻ വരുള്ളൂ. പിന്നെ ഇപ്പം അമ്മൂനും ആയിട്ടില്ലല്ലോ, കുഞ്ഞിനേ ഉള്ളൂ. കുഞ്ഞുണ്ണിക്ക് ക്ലാസ്സില്ല, ഒരാഴ്ച UKG കുട്ടികൾക്ക് ക്ലാസ് ഉണ്ടാവില്ല സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ. ഒക്കെ ഒന്ന് ശരിയാവാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവും കേട്ടോ വൈകുന്നേരം വരെ. അച്ഛനും ഉപ്പേരിയും അവൾക്ക് എന്താണെന്നറിയില്ല, ഇവിടെ നിന്ന് ഇങ്ങനെ കൊണ്ടുപോയി ശീലമായിട്ട് ഇവിടെ നിന്ന് തന്നെ വേണം എന്ന് വിചാരിക്കട്ടോ. കഷ്ണം നുറുക്കിയിട്ട് ഫ്രിഡ്ജിലെടുത്ത് വെച്ചാൽ നാളെ രാവിലെ നേർത്തെടുത്ത് പെരി ഉണ്ടാക്കിയാൽ പോരെ എന്ന് വിചാരിക്കും. പക്ഷേ ആ സമയത്ത് എന്തെങ്കിലും തിരക്ക് കാരണം മറക്കും. പൊന്നു ഇന്ന് എന്താ പൊന്നൂന് രാവിലെ അതിന് ബിസ്ക്കറ്റ് എന്തെങ്കിലും അതിന് കൊടുത്താൽ മതിയായിരുന്നു. എന്താ ക്യാരറ്റ് ഉണ്ട്, ബീട്രൂട്ട് ഉണ്ട്, അതേപോലെ ഉരുളക്കിഴങ്ങ്. എനിക്കും ഇങ്ങനെ ഉപ്പേരി വയ്ക്കുന്നതാണ് കേട്ടോ ഇഷ്ടം. ഇത് രണ്ടും പാടെ അങ്ങനെ ഉപ്പേരി വയ്ക്കുമ്പോൾ ചെറിയൊരു മധുരമുള്ളപ്പോൾ ഒരു ടേസ്റ്റ് തോന്നാത്ത പോലെ. ചിലവർക്ക് ഇത് ഭയങ്കര ഇഷ്ടമായിരിക്കും ബീട്രൂട്ട്. ജ്യൂസ് അടിച്ച് കുടിച്ചാൽ അടിപൊളിയാ പറയില്ലേ, നമ്മൾ ജ്യൂസ് അടിച്ചൊന്നും കുടിക്കാറില്ല കേട്ടാ. ഒരു ദിവസം അത് സുകന്യ കുറേ പറയണു, എന്നാൽ അവൾക്കത് അടിച്ചു കൊടുക്കണം. സുകന്യക്ക് എന്താ ആപ്പിളും വേണം. ആപ്പിൾ കിട്ടിയില്ല. ഇതാ എൻ്റെ ഇടയിൽ നമ്മുടെ ചായ. ഇങ്ങനെ ആരെങ്കിലും ഉണ്ടോ ഇങ്ങനെ ചായ വെച്ചിട്ട് അത് ആറിയിട്ട് ഒരൊറ്റ വലിക്കണ കുടിക്കുന്ന ആൾ? ഞാനങ്ങനെ ചെയ്തിട്ടു. അച്ചുട്ടി അതാണ്ടോ എൻ്റെ കൂടെ ഇരുന്ന് കുടിച്ചിട്ട് പകുതിയാക്കിയിട്ട് പോയി. ഞാൻ അതൊന്ന് കഴുകി അടുപ്പത്തേക്കട്ടെ. എന്താ കിച്ചു വേഗം നോക്ക്, 7:45 ബസ് വന്നുട്ടാ. 8:45 ബസ് വരില്ലേ?
ഞാൻ ഒരൊറ്റ പല്ലേക്കിലും പുളിയാണ് കേട്ടോ. അവൻ്റെ ദാ പറയുമ്പോഴേക്കും കഴിയും. കുഞ്ഞു നീച്ചിട്ടില്ലല്ലോ. ഇവിടെ എണ്ണ ചൂടായപ്പോഴേ ഉണ്ടായതാ. എന്താ പൊന്നാരി? തേങ്ങ അവിടുന്ന് പൊട്ടിക്ക്. വേണ്ട അടുപ്പിലേക്ക് വീഴും. അപ്പുറത്ത് പോയി കളിക്കും. കുഞ്ഞു എന്താ ഒരു ഉഷാറില്ലാണ്ടിരിക്കണ? തേങ്ങ അതാ അവിടെ ഉണ്ട്. എന്താ കണ്ട വലുതോ? അപ്പം കടയത്തൊക്കെ വാങ്ങണേ. എടി അതവിടെ പൊളിച്ചു വെച്ചതുണ്ടേ. ഇതാ ഈ ചാക്കില് പൊളിച്ചു വെച്ച തേങ്ങയാണേ. പൊന്നാരി അയ്യോ എടുക്കാനും കിട്ടണില്ലേ ഭഗവാനെ. അതാ പന്ത് കൊണ്ട് റോട്ടിൽ കളിച്ചിട്ട് നോക്കി നോക്ക്. കിച്ചോട്ടൻ വരട്ടേട്ടാ. കിച്ചോട്ടന്റെ പന്ത് ഫസ്റ്റത്തെ കൊറേ ദിവസമായിട്ട് നല്ല ചൂടായി. ഫസ്റ്റത്തെ ഇങ്ങനെ വരും. ഇതിന്റെ രണ്ടാമത്തെ ചിലപ്പോ ശരിയാവൂലേ കുഞ്ഞാ? ഓ അത് ചൂടില്ലേ പൊന്നെ? അയ്യടാ ചൂട്. അവിടെ ഉണ്ട് ഉണ്ണി. കോലായിൽ ഇരിക്കണ്ടാവും ചോറ്റും പാത്രം. ഇതെന്താ നടുവെന്ന് കടിക്കണേ? പൊന്ന് നടുവെന്ന് കടിക്കുക? അരുകുന്നല്ലേ കടിക്കുക? ഒരുപാട് ചൂടാവുമ്പോ അല്ലേ അടി പിടിക്കുക കേട്ടോ. അപ്പൊ അത് ശരിയായി വരുന്നുണ്ടല്ലേ ചൂട് കൂടിയിട്ടേ. എന്താ ചട്നി അരക്കുന്നുണ്ട്. ചട്നി അരച്ചിട്ട് കഴിക്കുക കൂട്ടിയിട്ട്. അച്ചു ചട്നി ഇല്ലാണ്ട കഴിക്കുന്നത്. ചട്നി ഇല്ലാണ്ട വേണ്ട ചുറ്റി പിടിച്ചിട്ട്. എന്നാ വെറുതെ തേങ്ങ കളയുണ്ടല്ലോ. നെയ്യിട്ടിട്ട് ഇന്നലെ ദോശ കഴിച്ച പോലെ ഇല്ല. ഇന്ന് ബുധനാഴ്ചയല്ലേ അച്ചു? അമ്മ അവിടെ നിന്ന് മാറിക്കാ പല്ലിയൊക്കെ ഇരിക്കണ. എന്താ അടുപ്പിന്റെ ഉമ്മർത്ത് വന്നിട്ട് അവൻ പിടിച്ചിരുത്തിയതാണ് കേട്ടോ. ഇന്നലെ വരെ ഞാൻ യൂണിഫോം അല്ലിട്ട് ഇല്ല. നിന്റെ യൂണിഫോം ഒന്ന് അടിച്ചു കിട്ടുന്ന ഒരു കിണ്ണെടുത്തിട്ട് വന്നാ എടാ. ഒരു കിണ്ണെടുത്തിട്ട് പോയാ അത് പൊട്ടിക്കണ്ടേ. ആദ്യത്തെ അത് പൊട്ടിയതാണ്. കണ്ട നല്ല മയുള്ള ദോശയില്ല ടപ്പ ദോശ. അന്നത്തെ ഇങ്ങനെ തണുത്ത വെള്ളത്തിൽ ഇങ്ങനെ പോട്ടെ. തണുപ്പൊന്നുമില്ല. ഇനി എവിടെ തണുപ്പ്? ചെറുതായിട്ടൊരു തണുപ്പ് വരുമ്പോഴേക്ക് ചൂടുവെള്ളം വേണം പറഞ്ഞാലോ. എവിടെ ഇനി തണുപ്പുള്ളത്? ചായ കുടിച്ചോക്കിച്ചു. പൊന്നൂന് അപ്പം കൊടുത്തതോടെ കളഞ്ഞു. അടുത്തെടുക്കാൻ വന്നിരുന്നതാ. അതൊന്നൊരു കഷ്ണം ഇത് കൊടുക്ക്. പൊട്ടിച്ച് വലിച്ചെറിയാനേ. അതൊന്നും പറ്റില്ല അവന്. കൊടുക്ക്. ഒരു വായിൽ വെച്ച് കൊടുത്താൽ മതി അമ്മട്ടി. അതാ എവിടെ അമുർക്കണ്. കുഞ്ഞുണ്ണി നീച്ചിട്ടില്ല കേട്ടാ. എന്താ കുഞ്ഞുണ്ണി നീച്ചിട്ടില്ല? കുഞ്ഞുണ്ണി നീറ്റില്ലേ? കുഞ്ഞുണ്ണിക്ക് ഇന്നില്ലല്ലോ അല്ലേ? ഇല്ലെങ്കിൽ എന്താണെന്നറിയോ, രാവിലെ പിരിക്ക് ഭയങ്കര മടി. ഇന്നലെ ദോശ ഉണ്ടാക്കി കൊടുത്തപ്പോൾ അത് 2 എണ്ണം കഴിച്ചു. പുട്ടുണ്ടാക്കുമ്പോൾ പുട്ടിനോട് അത്ര താല്പര്യമില്ല കേട്ടോ. അമ്മ ചട്നി അരക്കുന്നുണ്ട്. ചട്നി അരക്കി ഉണക്കമുളക് ഇട്ടിട്ടല്ലേ. തക്കാളി ചമ്മന്തിയോ?
ഇതിനില്ലേ നല്ല ഇഷ്ടു ഇല്ലെങ്കിൽ നല്ല ഇങ്ങനെ പറയുക കുറുമ ഇല്ലെങ്കിൽ മുട്ട റോസ്റ്റ് ഇല്ലെങ്കിൽ ചിക്കൻ കറി ബീഫ് എവിടേക്കൊക്കെ നിങ്ങൾ പോണത്? ഇനി വേറെ എന്തെങ്കിലും താറാവുണ്ട്. താറാവ് നല്ലതാത്രേ. അപ്പം താറാവ് നല്ലതാണ്. പച്ചക്കുരുമുളക് അരച്ച താറാവ് കറി. അച്ചോ നിന്റെ മുകളിലിരിക്കുന്നത് ആ വെള്ള കളറിലിരിക്കണല്ലേ താറാവും കൊണ്ട് കുറുമ ഉണ്ടാക്കിയതാണ്. മുക്കി മുക്കി കഴിച്ചത്. അച്ചു പോവാനുള്ള ഇതിലില്ലേ രാവിലെ പലഹാരം മാത്രമാണെങ്കിലേ ഒന്ന് കഴിക്കുള്ളൂ. ചോറാണ് പറഞ്ഞു വെച്ചാൽ എന്താ കുഴച്ച് നമ്മൾ വാരി കൊടുക്കണം. ചിലരിങ്ങനെ പറയില്ലേ ഇത്രയും പോന്നിട്ട് എന്താ മക്കൾ അതൊരു രസമാണ് പറഞ്ഞില്ലേ. കുറച്ചും കൂടി വലുതായി കഴിഞ്ഞു വെച്ചാൽ ഇപ്പോഴും ഞാൻ എൻ്റെ അമ്മ വാരിത്തരും. പറ്റുമോ? കിച്ചു ഇപ്പം അമ്മൂന് വാരി കൊടുക്കണോ വെച്ച് കഴിഞ്ഞാൽ അമ്മ പറയും വേണ്ടമ്മ ഞാൻ ഒറ്റയ്ക്ക് കഴിച്ചോളാന്ന്. പക്ഷെ അച്ചുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് വാരി കഴിക്കാൻ കൊടുക്കണത്. കിച്ചും വന്നിട്ട് അറിയാം ഇളക്കി തന്നാൽ മതി. ചോറിട്ടിട്ട് ചോറിൽ കറിയൊക്കെ ഇട്ടിട്ട് അവരിങ്ങനെ ഇളക്കി ഇങ്ങനെ കൊടുക്കണം ഭയങ്കര ഇഷ്ടമാണ്. അടുത്ത വീട്ടിലെ തൊടിയിൽ പോയി കൊടുത്തിട്ട് പോകാം. കഴിച്ചോ? അപ്പം കഴിച്ചോ? എന്താണ് എന്ത് കഴിക്കണം? ഒരു അപ്പല്ലേ കഴിച്ചുള്ളൂ. ചട്നി കൂട്ടി കഴിക്കടാ. ആ ടേസ്റ്റ് ഉണ്ടോ നോക്ക്. ടേസ്റ്റ് ഉണ്ടോ നോക്കല്ലേ നീ നേരത്തെ ചെയ്ത്. ഇനി ചട്നി ഇതെന്നാ ടേസ്റ്റ് നോക്കാൻ പറ്റില്ല. അപ്പൊ ടേസ്റ്റ് ഉണ്ടോ നോക്കാനുള്ള ഇവിടെ വേറെ അവളുടെ പാത്രം നോക്കണം. ചട്നി പകുതി എടുത്തിട്ടാ കഴിക്കുന്നത്. അത് മുഴുവൻ നോക്കടാ. വല്ലാത്ത മരുന്ന്. ബീഫും കുഴിമന്തി അല്ലേ? നീ ഫസ്റ്റ് ഉണ്ട്. നീ എന്തായാലും നിന്നെ കയറ്റുള്ള ബസ് പോവില്ല. ബസ് വരുന്ന സമയമേ വൈകിട്ടാണ്. എന്തിനാണ് അവിടെ പോയിട്ട് മുന്നിൽ എനിക്ക് നല്ല നെയ്ച്ചോറ് നല്ല കോമ്പിനേഷനാ. എന്താ ഒരുപാട് ഇത് ഇടാണ്ടില്ലേ മസാല ഇടാത്തൊരു റൈസ് ഇല്ലേ? സന്തോഷം. അച്ചു അമ്മേനെ വിളിച്ച അമ്മ പോയിട്ടില്ല. ഉഷാറായിട്ട് ഇറങ്ങി. അവന്റെ വീതം കിട്ടി. ചോറ് 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 കൊടുക്കട്ടെ. എന്താ അച്ഛാ ചെയ്തോട്ടെ. കൊണ്ടക്കോ കഴിച്ചിട്ടും കൊണ്ടക്കോ. എന്തിനാ കഴിക്കാണ്ട് കൊണ്ടോണ്? കുഞ്ഞാ ഒരെണ്ണെങ്കിലും കഴിക്കേ. നിർപ്പോ ഉണ്ടാക്കി വെച്ചിട്ടില്ല. എവിടേക്കാ ഓ എവിടേക്കാ ഓടുന്നു പൊന്നു? മാമ തെങ്ങ് തയ്യൊക്കെ ആയിട്ട് പോണു. മാമ കഴിഞ്ഞു വർക്കൗട്ടിന് പോയി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാല് പിന്നെ റെസ്റ്റാണ് പിന്നെ ഭയങ്കര റെസ്റ്റാണ് പറയില്ലേ. എന്ത് എന്ത് ഏത്
ഒക്കെ ചെയ്തിട്ട് തന്നെ ഞാൻ പോയത്. ചെയ്തൊക്കെ വറുത്തിടും. 2 പപ്പടം. പിന്നെ ടവൽ എന്തൊക്കെയുള്ളതാണ്? ഞാൻ എന്തിനാണ് പിന്നെ ടവല്ല കുഞ്ഞി അച്ചൂനില്ലേ എപ്പോഴും കുറച്ച് ചോറേ പാടുള്ളൂ കേട്ടോ. അവള് ഇത്ര അത് കളയാതെ അവള് കഴിക്കുകയും ചെയ്യും. കുറച്ച് കൂടുതലായി കഴിഞ്ഞാൽ അവൾക്ക് കൊടുക്കണതിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ അവള് കഴിക്കുകയും ചെയ്യും. അപ്പം നിങ്ങൾക്ക് അപ്പം കഴിച്ചൂടെ? ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കട്ടെ. ആ കിച്ചൊക്കെ ദാ കണ്ടില്ലേ നേരത്തെ പോയി നിൽക്കണു കേട്ടോ. കുഞ്ഞു ഒന്നും കഴിച്ചിട്ടില്ലല്ലോ. അപ്പല്ലേ കൊടുത്തുവിട്ടാര്? കള്ളത്തരം കാണിക്കുന്നുണ്ടോ? അച്ഛൻ കിട്ടില്ല. ഇത് അതില് ജോയിന്റ് ആയിക്കണു. അയക്കാൻ പറ്റില്ല. അയക്കാൻ കിട്ടില്ല. അയക്കാൻ കിട്ടില്ല. അയക്കാൻ കിട്ടില്ലടാ. നമ്മൾ രാവിലെ അങ്ങോട്ട് വീഡിയോ നിർത്തിയതാണ് കേട്ടോ. പിന്നെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പറ്റിയ പറഞ്ഞു കഴിഞ്ഞാൽ അമ്മൂന് അഡ്മിഷൻ എടുക്കാൻ പോയി. അഡ്മിഷൻ കിട്ടിയിട്ടോ അവളുടെ സ്കൂളിൽ തന്നെ. ഇന്നലെ ഒരു സർട്ടിഫിക്കറ്റിൻ്റെ പ്രശ്നമായതുകൊണ്ട് ഇന്നലെ പോയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ പറഞ്ഞിരുന്നല്ലോ അത്. അപ്പോൾ കിട്ടി. പിന്നെ നമ്മൾ ഉച്ചത്തെ കറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി. അത് കഴിഞ്ഞു. ഇതപ്പോൾ വൈകുന്നേരമായിട്ടോ. അപ്പോൾ മിറ്റടി കഴിഞ്ഞു. ഉള്ളടി പകുതി ഈ ഒരു സൈഡ് കഴിഞ്ഞു. കണ്ടോ പൊന്നു നീച്ചക്കണത്? ഇതാരെ വിളിച്ചു നോക്കിയേക്കാ. അപ്പോൾ അമ്മൂന് ഹ്യൂമാനിറ്റീസിനാണ് വന്നിരിക്കുന്നത്. അതിനാണ് ചേർന്നിരിക്കുന്നത് കേട്ടോ. ഇനി വേണമെങ്കിൽ മാറ്റാം എന്ന് അവളുടെ ടീച്ചർ പറഞ്ഞിരുന്നു. അപ്പോൾ അതിന് കുറച്ചും കൂടി ഉണ്ടല്ലോ. അപ്പോൾ 18-ാം തീയതി മുതൽ അമ്മൂട്ടിക്ക് ക്ലാസ് തുടങ്ങും. യൂണിഫോം എടുക്കണം. യൂണിഫോമും കാര്യങ്ങളൊക്കെ അവൾക്ക് വേണ്ടത് വാങ്ങണം. പിന്നെ ഇന്ന് നമ്മുടെ അച്ചൂന് സ്പോർട്സിൽ കിട്ടിയിരിക്കണം കേട്ടോ. സ്കൂളിൽ തന്നെ സ്പോർട്സിൽ കിട്ടി. അപ്പോൾ അച്ചൂനില്ലേ 3/4 പാൻറ്റും ബനിയനൊക്കെ വാങ്ങണത്രേ. ഞാൻ വിചാരിച്ചു അച്ചു പറയാണ് അതിനൊക്കെ അഡീഷണൽ മാർക്ക് ഉണ്ടമ്മ. അപ്പോൾ ഞാൻ ഇനി നാളെ മുതൽ 3:30 മുതൽ 5:30 വരെ ക്ലാസ് സ്കൂളിൽ പ്രാക്ടീസിന് പോകുമെന്ന് പറഞ്ഞു കേട്ടോ. അവൾക്കുള്ള സ്നാക്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുത്തു വിടാൻ പറഞ്ഞേക്കണോ. അവള് അച്ചു അതിനേക്കാട്ടിലും ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ. അവളൊന്നല്ലെങ്കിൽ എന്തിനൊക്കെ മുട്ടി SBC എന്താ അത് അമ്മു എല്ലാറ്റിനും കൂടി. അമ്മുന് ലിറ്റിൽ കൈറ്റ്സിന്റെ മാത്രമേ കിട്ടിയിരുന്നുള്ളൂ അല്ലേ? SBCക്ക് കൂടിയിട്ടില്ലല്ലോ. അച്ചു എല്ലാറ്റിലും കൂടണം എന്ന് പറഞ്ഞത്. SBC കൂടണം. അപ്പോൾ എന്നിട്ട് അതിന് യൂണിഫോം കാര്യങ്ങൾക്ക് 5000 രൂപ പറഞ്ഞപ്പോൾ ഞാൻ കൂടട്ടെ അച്ഛാ, ഞാൻ കൂടട്ടെ, അഡീഷണൽ മാർക്ക് ഉണ്ടേ, ഞാൻ കൂടട്ടെ. സോഷ്യൽ സയൻസ് സർവീസിനോ? അവള് അച്ഛനും ഉഷാറുണ്ട് കേട്ടോ. അച്ചു അപ്പോൾ ചെയ്യും. അമ്മുട്ടിക്ക് ഞാൻ പറഞ്ഞില്ലേ IT മേഖല ലിറ്റിൽ ഗൈഡ്സിൻ്റെ അവൾക്ക് വേഗം കിട്ടി കേട്ടോ. മറ്റേന്നൊന്നും പോയില്ല. പിന്നെ അവള് ഈ PP ഊതുന്ന സംഭവം എന്താ PP ഊതുന്ന എന്താന്ന് ഊതുന്ന കൂടിയില്ലേ എന്ന് നീ ഡ്രമ്മ് കൊട്ടുന്നതുണ്ടായിരുന്നു. ബാൻഡ് ഓർമ്മ കിട്ടണ്ടേ. അപ്പൊ അതിന് അമ്മൂന് കിട്ടിയിരുന്നു കേട്ടോ. പിന്നെ അമ്മൂന് അതിങ്ങനെ വലിക്കാൻ ഭയങ്കര ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടായപ്പോൾ ഒഴിവായതാണ്. അമ്മും എന്ത് കാര്യം കൂടാൻ പറഞ്ഞാലല്ലേ ഈ വീട്ടിലിങ്ങനെ മനിങ്ങനെ ഇരിക്കുന്ന പോലെയല്ല. പുറത്തിറങ്ങി കഴിഞ്ഞു വെച്ചാൽ അവരവരുടെ എന്തിന് അമ്മൂന് കിട്ടി പറ. അഡ്മിഷൻ കിട്ടി പറയേ. അഡ്മിഷൻ കിട്ടിച്ച് നീ കുറച്ചുകൂടെ ദൂരത്തേക്ക് എന്ന് പറയുന്നത് ചിലപ്പോൾ കേൾക്കും. അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ദൂരത്തേക്ക് പോ. ആ പപ്പന് കൂടുതൽ അപ്പുറം പറഞ്ഞാൽ മതി. നേരെന്ന് പറയേ. അമ്മ പറയേ വളഞ്ഞിട്ടൊന്നും വേണ്ട. അവൾ ഈയാണ് പറഞ്ഞാൽ മതി. സുകന്യെ അതല്ല ഇന്നലെ പറഞ്ഞത്. ഞാൻ അവിടെ കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ പോവില്ല, എനിക്ക് വേറെ പോവാൻ ഇഷ്ടമല്ല. പിന്നെ ഒരു കാര്യം കൂടിയും ഇതിൽ പറയുകയാണ് കേട്ടോ. അമ്മു ആദ്യമേ പറഞ്ഞൊരു കാര്യമാണ്. എന്താണെന്നറിയോ? ഞാൻ പഠിച്ച സ്കൂളിൽ +1 +2 ഉള്ളത് അഡ്മിഷൻ ഞാൻ വാങ്ങും. അത് ഞാൻ ചെയ്തു തരുന്നു. എന്നിട്ട് ഇന്നലെ പറഞ്ഞപ്പോഴേ അവൾ പറയാം ഞാൻ ആ വാക്ക് പാലിച്ചില്ലേ, അമ്മ പറഞ്ഞ വാക്ക് പാലിച്ചില്ലേ. ഇനി ഞാൻ പഠിക്കുന്ന പറയുമ്പോൾ പറയുന്ന കാര്യം ഞാൻ എൻ്റെ സ്കൂളിലേക്ക് +1 അഡ്മിഷൻ വാങ്ങണം.
അത് കിട്ടിയ പോരെ, അത് കിട്ടിയ പോരെന്നായിരുന്നു വർത്താനം. എന്തായാലും നമുക്ക് സന്തോഷായി കേട്ടോ. കാരണം പറഞ്ഞ കാര്യം സംഭവിച്ചു. അവള് അതേപോലെ ഇപ്പൊ ഇനി അവളുടെ ഒരു വാക്കാണ്, അത് ഞാൻ പറയണില്ല കേട്ടോ, അത് പാലിക്കട്ടെ. പാലിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് പറയാലമ്മോ. എന്താ നോക്കണ്? ഇപ്പൊ ഒരു 200 രൂപയുടെ ഒരു ടോപ്പ് ഓൺലൈനിൽ കണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. അവൻ എന്താ കുറേ ദിവസമായി അമ്മയ്ക്ക് അതൊന്ന് വാങ്ങിത്തരുമോ, അമ്മയ്ക്കൊന്ന് വാങ്ങിത്തരുമോ ചോദിക്കണു. എന്താ അമ്മോ വല്ല വഴിപാടുണ്ട് ഈ പുകയത്തിരിക്കാന്നുള്ളത്. സത്യം. അവള് അമ്മ പറയുന്നൊരു കാര്യമാണ് കേട്ടോ. ഈ ഒരു വീട്ടിലത്തെ ഒരു എന്താ ഈ എക്സ്പീരിയൻസ് എന്ന് പറയുന്നല്ലോ, ഈ വീട്ടിലത്തെ ഒരു സന്തോഷവും അതേപോലെ തന്നെ ഈ വീട്ടിൽ കിട്ടുന്ന ഒരു സുഖവും വേറൊരു വീട്ടിൽ പോയാലും കിട്ടില്ലല്ലോ അമ്മു. എല്ലാവരും പാടെ എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. അവരാരും വീട്ടിൽ വീട്ടിൽ കിട്ടുന്നത് അപ്പുറത്തെ വീട്ടിൽ പോയാൽ കിട്ടില്ല. അത് ശരിയാണ്. അച്ചുവോട് പറഞ്ഞു അച്ചുവോ. ഇന്നത്തെ വിശേഷങ്ങൾ നിർത്തുകയാണ് കേട്ടോ. അപ്പം നാളെ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം.